വെൽക്കം ടു എക്കണോമെട്രിക്സ് ലെക്ചർ സീരീസ്. നമ്മൾ ഇന്ന് എക്കണോമെട്രിക്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു തിയറമാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഗെസ്മാർക്കോ തിയറം. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സി എൽ ആറിൻ്റെ അസംഷൻസ് ചെയ്തിരുന്നു. അസംഷൻസിൻ്റെ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും ആ വീഡിയോ കാണുക. സി എൽ ആർ അസംഷൻ നമുക്ക് ഗെസ്മാർക്കോ തിയറം പഠിക്കുന്നതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. Given the assumptions of CLR model, the least square estimators in the class of unbiased linear estimators having minimum variance are called best linear unbiased estimators. അപ്പം നമ്മൾ ഒരു അൺബയാസ്ഡ് ലീനിയർ എസ്റ്റിമേറ്റേഴ്സിനെ എടുക്കുമ്പോൾ അതിൽ മിനിമം വേരിയൻസ് ഉള്ളതിനെയാണ് ബ്ലൂ എന്ന് പറയുന്നത്, ബെസ്റ്റ് ലീനിയർ അൺബയാസ്ഡ് എസ്റ്റിമേറ്റേഴ്സ്. അതാണ് ബ്ലൂ എന്ന് പറയുന്ന ആ ഒരു അബ്രിവേഷൻ്റെ ഫുൾ ഫോം, ബെസ്റ്റ് ലീനിയർ അൺബയാസ്ഡ് എസ്റ്റിമേറ്റേഴ്സ്. അപ്പം നമുക്ക് ഈ പറയുന്ന ലീനിയാരിറ്റിയും അൺബയാസ്നെസ്സും ഒക്കെ നമ്മൾ അതും സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതും സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് OLS എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ ഡെറിവേഷനാണ് ഉദ്ദേശിക്കുന്നത്. സോ അതിൻ്റെ ഡെറിവേഷൻ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കി വരാം. പ്രൂഫ്. അപ്പോൾ നമുക്ക് ബീറ്റ ടു ഹാറ്റിനെ ഈ പറയുന്ന അൺബയാസ്ഡ് ആണ്, ലീനിയർ ആണ്, അത് എഫിഷ്യൻ്റ് ആണ്. ഈ മൂന്ന് കാര്യമാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഈ മൂന്ന് കാര്യം പ്രൂവ് ചെയ്യുമ്പോൾ നമുക്കത് ബ്ലൂ എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് മൂന്ന് കാര്യം നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട് പോവുകയാണ്. ടു പ്രൂവ് ബീറ്റ ടു ഹാറ്റ് ഈസ് ബ്ലൂ, ബെസ്റ്റ് ലീനിയർ അൺബയാസ്ഡ് എസ്റ്റിമേറ്റ്. അപ്പോൾ ആദ്യം ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ബീറ്റ ടു ഹാറ്റിനെ ലീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യുകയാണ്. ടു പ്രൂവ് ബീറ്റ ടു ഹാറ്റ് ഈസ് ലീനിയർ. അപ്പോൾ നമ്മൾ ബീറ്റ ടു ഹാറ്റിൻ്റെ ഇക്വേഷൻ എഴുതുന്നു. ബീറ്റ ടു ഹാറ്റിൻ്റെ ഇക്വേഷൻ നമ്മൾ OLSൽ നിന്ന് ഡെറൈവ് ചെയ്തെടുക്കുന്നതാണ്. OLSൽ നിന്ന് ഡെറൈവ് ചെയ്തെടുത്ത കിട്ടിയ ഇക്വേഷനാണ്. നമ്മൾ OLS എസ്റ്റിമേഷൻ കണ്ടതാണ്. അപ്പോൾ OLS എസ്റ്റിമേഷൻ്റെ ക്ലാസ് കാണാത്തവർ തീർച്ചയായിട്ടും എസ്റ്റിമേഷൻ്റെ ക്ലാസ് കൂടെ കാണുക. അപ്പോൾ ബീറ്റ ടു ഹാറ്റ് എന്ന് പറയുന്നത് സിഗ്മ XI/YI സിഗ്മ XI² എന്നാണ്. ഇനി നമ്മൾ അതിൽ XI/Y സിഗ്മ XI² എന്ന് പറയുന്ന അതിനെ KI കൊണ്ട് വിളിക്കുന്നു. ജസ്റ്റ് നമ്മൾ ചുമ്മാ അസ്യൂം ചെയ്യുന്നു, അതിനെ നമ്മൾ KI എന്ന് വിളിച്ചു. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ബീറ്റ ടു ഹാറ്റ് എന്ന് പറയുന്നത് സിഗ്മ KI/YI എന്നാണ്. ഇനി ഈ YI എന്ന് വെച്ചാൽ YI മൈനസ് Y ബാർ ആണ്, നമുക്കറിയാം. YI എന്ന് വെച്ചാൽ YI മൈനസ് Y ബാർ ആണ്. അപ്പം നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, സിഗ്മ KI/YI മൈനസ് സിഗ്മ KI/Y ബാർ. ഇനി അതിൻ്റെ അകത്ത് നമ്മൾ KI/Y ബാർ എന്ന് പറയുന്ന ആ ഒരു സാധനം അത് ജസ്റ്റ് എന്താണെന്നൊന്ന് മാറ്റി ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. KI/Y ബാർ ഈസിക്കൽ ടു KIയുടെ വാല്യൂ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, XI/ സിഗ്മ XI², അത് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇൻ Y ബാർ. ഇനി ഈ XI എന്ന് വെച്ചാൽ X മൈനസ് X ബാർ ആണ്, X മൈനസ് X ബാർ ആണ്. അപ്പം ഇൻറ്റു Y ബാർ ബൈ സിഗ്മ XI². ഇനി ഈ സിഗ്മ X മൈനസ് X ബാർ എന്ന് വെച്ചാൽ ഡീവിയേഷൻസ് ഫ്രം മീനിൻ്റെ സം ഓഫ് ഡീവിയേഷൻസ് ഫ്രം മീൻ, അല്ലെ സം ഓഫ് മീൻ ഡീവിയേഷൻസ് എപ്പോഴും 0 ആയിരിക്കും. അതൊരു പ്രോപ്പർട്ടിയാണ്. മീൻ ഡീവിയേഷൻസിൻ്റെ സമ്മേഷൻ എടുത്താൽ 0 കിട്ടും. അങ്ങനെ 0 ബൈ സിഗ്മ XI² എന്ന് കിട്ടും. അത് എന്തായാലും 0 ആണ്, കാരണം 0 ബൈ എനിത്തിങ് ഈ 0 ആണ്, അല്ലെ 0 ഇൻറ്റു എനിത്തിങ് 0 ആണ്. അപ്പം അത് 0 ആയിട്ട് കിട്ടും. അങ്ങനെ ഈ ഒരു ടേം മൊത്തത്തിൽ 0 ആയി പോകും. എന്ന് വെച്ചാൽ ബീറ്റ ടു ഹാറ്റ് എന്ന് വെച്ചാൽ സിഗ്മ KI/YI എന്നാണ്. അപ്പോൾ നമ്മൾ ഓരോ വാല്യൂ കൊടുത്താൽ ബീറ്റ ടു ഹാറ്റ് K1/Y1, K2/Y2, എക്സെട്ര KI/YI അല്ലെങ്കിൽ എക്സെട്ര KN/YN മീൻസ് ബീറ്റ ടു ഹാറ്റ് ഈസ് എ ലീനിയർ ഫംഗ്ഷൻ ഓഫ് Y. Yയുടെ ഒരു ലീനിയർ ഫംഗ്ഷൻ ഉണ്ടാവും, ഒരു ലീനിയർ ഫംഗ്ഷനായിട്ട് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ ആദ്യത്തെ പാർട്ട് പ്രൂവ് ചെയ്തു, ബീറ്റ ടു ഹാറ്റ് ഈസ് ലീനിയർ. ഇനി രണ്ടാമത്തെ നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ടുള്ളത് ടു പ്രൂവ് ബീറ്റ ടു ഹാറ്റ് ഈസ് അൺബയാസ്ഡ്. രണ്ടാമത്തെ പ്രോപ്പർട്ടി ബീറ്റ ടു ഹാറ്റ് അൺബയാസ്ഡ് ആണ് പ്രൂവ് ചെയ്യണം. അതായത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് ബീറ്റ ടു ഹാറ്റ് ഈസിക്കൽ ടു ബീറ്റ ടു എന്ന് പ്രൂവ് ചെയ്യണം. എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് ബീറ്റ ടു ഹാറ്റ് ബീറ്റ ടു എന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ നമുക്കൊരു അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ എന്ന് പറയാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ ഇതുപോലെ ബീറ്റ ടു ഹാറ്റിനെ സിഗ്മ KI/YI എന്ന് വിളിച്ചു. ഇനി നമ്മൾ നമ്മുടെ PRF നമുക്കറിയാവുന്നത് YI ഈസിക്കൽ ടു ബീറ്റ 1 പ്ലസ് ബീറ്റ ടു XI പ്ലസ് UI എന്നുള്ളതാണ്. അപ്പോൾ ആ YIയുടെ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ബീറ്റ ടു ഹാറ്റ് ഈസിക്കൽ സിഗ്മ KI ഇൻറ്റു YIക്ക് പകരം ബീറ്റ 1 പ്ലസ് ബീറ്റ ടു XI പ്ലസ് UI. ഇനി എന്ത് ചെയ്തു, നമ്മൾ ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അപ്പോൾ ബീറ്റ ടു ഹാറ്റ് ഈസിക്കൽ ടു സിഗ്മ KI ഇൻറ്റു ബീറ്റ 1. അതിൻ്റെ അകത്ത് ബീറ്റ 1 കോൺസ്റ്റന്റ് ആണ്, അപ്പോൾ അതുകൊണ്ട് ബീറ്റ 1നെ വെളിയിലെടുത്തു. ബീറ്റ 1 സിഗ്മ KI, ബീറ്റ 1 സിഗ്മ KI പ്ലസ് ബീറ്റ 2 ഇൻറ്റു സിഗ്മ KI/XI. അതായത് ഈ KI അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ ഈ പറയുന്ന സിഗ്മ KI ബീറ്റ 2 ഇൻറ്റു XI എന്നുള്ളത്. അതിൻ്റെ അത് ബീറ്റ 2 കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് ബീറ്റ 2നെ വെളിയിലെടുത്തുകൊണ്ട് ബീറ്റ 2 സിഗ്മ KI/XI
പ്ലസ് സിഗ്മ കെ ഐ യു ഐ എന്ന് കിട്ടി. ഇനി നമ്മൾ ഇതിൽ ഓരോ വേരിയബിൾസിനെ ഇത്രയും വലിയൊരു ഇക്വേഷൻ ആയതുകൊണ്ട് ഓരോ വേരിയബിൾസിനെ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് നോക്കുകയാണ് അവയുടെ ഇൻഡിവിജ്വൽ വാല്യൂ എന്താണ്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഫസ്റ്റ് ടൈം β1 സിഗ്മ കെ ഐക്കകത്ത് β1 കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. ഈ കെ ഐയുടെ വാല്യൂ എന്താണെന്ന് നോക്കുക. അതാണ് കെ എ നമ്മൾ സിഗ്മ കെ എ നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്നു. സിഗ്മ കെ എ ഈസിക്കൽ ടു സിഗ്മ എക്സ് ഐ ബൈ സിഗ്മ എക്സ് ഐ സ്ക്വയർ നമ്മൾ ആദ്യം എടുത്ത രീതി. സിഗ്മ എക്സ് ഐ ബൈ സിഗ്മ എക്സ് ഐ സ്ക്വയർ. അതിൻ്റെ അകത്ത് എക്സ് ഐ എന്ന് വെച്ചാൽ എക്സ് മൈനസ് എക്സ് ബാർ ആണ്. അതായത് മീൻ ഡീവിയേഷൻ ആണ്. ഈ എക്സ് ബാർ എന്ന് വെച്ചാൽ മീനാണ്, മീൻ വാല്യൂ ഓഫ് എക്സ് ആണ്. സോ മീൻ ഡീവിയേഷന്റെ സം ആണ്. അപ്പൊ അങ്ങനെ അത് 0 ആയി പോയി. അങ്ങനെ സിഗ്മ കെ ഐ നമുക്ക് 0 കിട്ടി. ഇനി രണ്ടാമത് സിഗ്മ കെ ഐ എക്സ് ഐ. സിഗ്മ കെ ഐ എക്സ് ഐ ഐക്കകത്ത് കെ യുടെ വാല്യൂ നമുക്കറിയാം സിഗ്മ എക്സ് ഐ ബൈ സിഗ്മ എക്സ് ഐ സ്ക്വയർ ആണ്. ഇൻറ്റു എക്സ് ഐ. ഇനി അതിൻ്റെ അകത്ത് നമുക്കറിയാം സ്മോൾ എക്സ് ഐ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന എക്സ് ഐ മൈനസ് എക്സ് ഐ ബാർ ആണ്, അല്ലെങ്കിൽ മീൻ വാല്യൂ ആണ്. അപ്പൊ അതിൽ നിന്ന് ഈ എക്സ് ഐ എന്ന് പറയുന്നത് ഈ എക്സ് ഐ പ്ലസ് ഈ എക്സ് ഐ ബാർ ആണ്. ഈ സ്മോൾ എക്സ് ഐ പ്ലസ് ഈ എക്സ് ഐ ബാർ ആണ്. നമ്മൾ ഈ ഒരു ഇക്വേഷൻ്റെ അകത്തുനിന്ന് ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സ് ഐയെ കിട്ടും. എന്നിട്ട് അതിന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തേക്കും. അതാണ് സിഗ്മ എക്സ് ഐ ഇൻറ്റു എക്സ് ഐ പ്ലസ് എക്സ് ബാർ എന്ന് കിട്ടുന്നത്. ഇനി അതിൻ്റെ അകത്തുനിന്ന് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. അപ്പം സിഗ്മ എക്സ് ഐ ഇൻറ്റു എക്സ് ഐ സിഗ്മ എക്സ് ഐ സ്ക്വയർ ആവുന്നു. ഇവിടെ സിഗ്മ എക്സ് ഐ ഇൻറ്റു എക്സ് ബാർ സിഗ്മ എക്സ് ഐ എക്സ് ബാർ ആവുന്നു. ഡിനോമിനേറ്റർ സെയിം ആണ്, സിഗ്മ എക്സ് ഐ സ്ക്വയർ. ഇനി ഈ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ടാണ് നമുക്ക് വേണേൽ സ്പ്ലിറ്റ് ചെയ്യാം. നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാവുന്നത്, അതായത് ഈ സിഗ്മ എക്സ് ഐ സ്ക്വയർ ബൈ സിഗ്മ എക്സ് ഐ സ്ക്വയർ, അതേപോലെ ഈ സിഗ്മ എക്സ് ഐ എക്സ് ബാർ ബൈ സിഗ്മ എക്സ് ഐ സ്ക്വയർ എന്ന് നമുക്ക് ചെയ്യാം. ഇനി നമുക്കറിയാം ഇത് 0 ആയി പോവല്ലോ, കാരണം ഈ എക്സ് ബാർ ഈ പറയുന്ന മീൻ ഡീവിയേഷൻ്റെ അകത്ത് ഇത് 0 ആയി പോയി. ഇവിടുത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗ്മ എക്സ് ഐ സ്ക്വയർ ബൈ സിഗ്മ എക്സ് ഐ സ്ക്വയർ ഇതും ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ ഇത് 1 കിട്ടും. എന്ന് വെച്ചാൽ ഈ എൻ്റയർ ക്വാണ്ടിറ്റി എന്ത് കിട്ടി, നമുക്ക് 1 ആയിട്ട് കിട്ടി. അപ്പൊ ആദ്യത്തെ ക്വാണ്ടിറ്റി നമുക്ക് 0 കിട്ടി, രണ്ടാമത്തെ ക്വാണ്ടിറ്റി 1 കിട്ടി. ഈ സ്ഥാനത്ത് നമ്മൾ അതിനോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ β2 hat ഈസിക്കൽ ടു β1 ഇൻറ്റു സിഗ്മ കെ ഐ പ്ലസ് β2 ഇൻറ്റു സിഗ്മ കെ ഐ എക്സ് ഐ പ്ലസ് സിഗ്മ കെ ഐ യു ഐ എന്നായിരുന്നു നമ്മുടെ ഇക്വേഷൻ. അതിൻ്റെ അകത്തുനിന്ന് കെ ഐ നമുക്ക് 0 കിട്ടി. അപ്പൊ നമുക്ക് ഈ ഒരു ടൈം മൊത്തത്തിൽ 0 ആയി പോയി. ഇനി രണ്ടാമത് കെ ഐ എക്സ് ഐ നമുക്ക് 1 കിട്ടി. എന്ന് വെച്ചാൽ നമുക്ക് β2 ഇൻറ്റു 1 എന്ന് കിട്ടി. ഇൻ പ്ലസ് സിഗ്മ കെ ഐ യു ഐ എന്ന് വെച്ചാൽ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയാണ്. β2 hat ഈസിക്കൽ ടു β2 പ്ലസ് സിഗ്മ കെ ഐ യു ഐ. β2 പ്ലസ് സിഗ്മ കെ ഐ യു ഐ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ടേക്കിംഗ് എക്സ്പെക്ടേഷൻസ് ഓൺ ബോത്ത് സൈഡ്സ്. മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷൻ രണ്ട് സൈഡിലും എടുക്കും. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് β2 hat എന്ന് പറയുന്നത് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് β2 പ്ലസ് സിഗ്മ കെ ഐ യു ഐ. β2 പ്ലസ് സിഗ്മ കെ ഐ യു ഐ. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് β2 hat എന്ന് പറയുന്നത് ഈ എക്സ്പെക്ടേഷൻ ഓഫ് β2 β2 കോൺസ്റ്റന്റ് ആണ്. β2 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഒരു കോൺസ്റ്റന്റിന്റെ എക്സ്പെക്ടേഷൻ കോൺസ്റ്റന്റ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രോപ്പർട്ടി വെച്ച് ഇത് β2 എന്ന് തന്നെ എഴുതി. പ്ലസ് സിഗ്മ കെ ഇൻറ്റു എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് യു ഐ എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് യു ഐ. ഇനി ബൈ CLR അസംഷൻ ഞാൻ പറഞ്ഞു, നമ്മൾ തിയറം പറഞ്ഞ എങ്ങനെ, ഫോളോയിങ് ദി അസംഷൻസ് ഓഫ് ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡൽ. അപ്പൊ ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡലിന്റെ അസംഷൻ ഉണ്ടല്ലേ ഗസ് മാർക്കോ തിയറം വാലിഡ് ആവത്തുള്ളൂ. അപ്പൊ ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡലിൽ ഒരു ഇമ്പോർട്ടന്റ് അസംഷൻ ആണ് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് യു ഐ 0 എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ അതിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു ടൈം മൊത്തത്തിൽ 0 ആയി പോയി. എന്ന് വെച്ചാൽ നമുക്ക് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് β2 hat ഈസിക്കൽ ടു β2 എന്ന് കിട്ടി. അപ്പൊ ഇതാണ് നമ്മൾ ഈ പറയുന്ന ലീനിയാരിറ്റി പ്രൂവ് ചെയ്തു, അൺബയാസ്നെസ്. അപ്പൊ നമ്മൾ β2 hat ലീനിയർ ആണെന്ന് പ്രൂവ് ചെയ്തു, β2 hat അൺബയാസ്ഡ് ആണെന്ന് പ്രൂവ് ചെയ്തു. അപ്പം ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് β2 hat മിനിമം വേരിയൻസ് ആണ് എന്നുള്ളതാണ്. അത് നമുക്ക് നോക്കാം. β2 hat ഈസ് ബെസ്റ്റ്, ദാറ്റ് ഈസ് മിനിമം വേരിയൻസ്. β2 hatന് മിനിമം വേരിയൻസ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. We have to find the variance of β2 hat and compare it with variance of another estimate of β2 star. That is variance of β2 hat less than variance of β2 star. അതായത് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ആദ്യം നമ്മൾ β2 hatന്റെ വേരിയൻസ് കണ്ടുപിടിക്കും. എന്നിട്ട് നമ്മൾ വേറൊരു വേരിയൻസ് β2 സ്റ്റാർ വേറൊരു വേരിയൻസ് കണ്ടുപിടിക്കും. എന്നിട്ട് ആ വേരിയൻസിനേക്കാളും നമ്മുടെ വേരിയൻസ് കുറവാണെന്ന് പ്രൂവ് ചെയ്യും. അങ്ങനെ നമ്മൾ മിനിമം വേരിയൻസ് എന്ന് പറയുന്ന കാര്യം പ്രൂവ് ചെയ്യാനായിട്ട് പോകുന്നു. സോ ആദ്യത്തെ പാർട്ട് നമ്മുടെ β2 hatന്റെ വേരിയൻസ് കണ്ടുപിടിക്കും. വേരിയൻസ് ഓഫ് β2 hat അതിന്റെ ഇക്വേഷൻ, വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഫോർമുലയുണ്ട്.
ആ ഒരു ഫോർമുല വെച്ച് നമുക്ക് വേരിയൻസ് ഓഫ് ബീറ്റ ടു ഹാറ്റ് എന്ന് വെച്ചാൽ എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് ബീറ്റ ടു ഹാറ്റ് മൈനസ് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് ബീറ്റ ടു ഹാറ്റ് ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ ഒരു രൂപത്തിലേക്ക് കിട്ടും. ഇനി നമുക്കറിയാം ബീറ്റ ടു ഹാറ്റ് അൺബയാസ്ഡ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് ബീറ്റ ടു ഹാറ്റ് എന്താ ബീറ്റ ടു ആണ്. സോ വേരിയൻസ് ഓഫ് ബീറ്റ ടു ഹാറ്റ് എന്ന് വെച്ചാൽ എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് ബീറ്റ ടു ഹാറ്റ് മൈനസ് ഈ എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് ബീറ്റ ടു ഹാറ്റ് എന്ന് പറയുന്നത് ബീറ്റ ടു എന്ന് വരും. അപ്പൊ ബീറ്റ ടു ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഇനി വേരിയൻസ് ഓഫ് ബീറ്റ ടു ഹാറ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടഡ് വാല്യൂ സിഗ്മ കെ യു ഐ ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഇത് എവിടെ നിന്നാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്ത കൂട്ടത്തിൽ എന്താ ഇവിടെ ഒരു കാര്യം വെച്ചായിരുന്നു, ബീറ്റ ടു ഹാറ്റ് ഈസിക്കൽ ടു ബീറ്റ ടു പ്ലസ് സിഗ്മ കെ യു എന്ന് കിട്ടി. അതിൻ്റെ അകത്തുനിന്ന് ഈ സിഗ്മ കെ യു എന്ന് പറഞ്ഞാൽ എന്താ ബീറ്റ ടു ഹാറ്റ് മൈനസ് ബീറ്റ വൺ എന്ന് എഴുതി കൂടെ. അത് ജസ്റ്റ് ഇവിടെ അങ്ങോട്ട് കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഈ ബീറ്റ ടു ഹാറ്റ് മൈനസ് ബീറ്റ വണ്ണിന് സിഗ്മ കെ യു ഐ എന്ന് കൊടുത്തു. അവിടെ നമ്മൾ പ്രൂവ് ചെയ്തതാണ്, അത് ജസ്റ്റ് ഒന്ന് കടമെടുത്തു എന്നുള്ളതേ ഉള്ളൂ. അതിനോട് കൊടുത്തിട്ടുണ്ട് ബീറ്റ ടു ഹാറ്റ് എന്ന് പറഞ്ഞാൽ ബീറ്റ ടു പ്ലസ് കെ യു ഐ ആണ്. അതിൻ്റെ അകത്തുനിന്ന് ഈ ബീറ്റ ടുവിനെ എൽ എച്ച് എസിലോട്ട് കൊണ്ടുപോയാൽ ബീറ്റ ടു ഹാറ്റ് മൈനസ് ബീറ്റ ടു ഇസിക്കൽ ടു സിഗ്മ കെ യു ഐ എന്ന് കിട്ടും. ഇനി വേരിയൻസ് ഓഫ് ബീറ്റ ടു ഹാറ്റ് എന്ന് പറയുന്നത് എക്സ്പെക്ടഡ് വാല്യൂ സിഗ്മ കെ യു ഐ ആണ്. അതിൻ്റെ അകത്ത് ഇതിന്റെ എക്സ്പാൻഷൻ കൊടുക്കുന്നു, സിഗ്മ കെ ഐ സ്ക്വയർ യു ഐ സ്ക്വയർ പ്ലസ് ടു കെ ഐ കെ ജെ യു ഐ യു ജെ. അതിനകത്ത് സിഗ്മ കെ ഐ സ്ക്വയർ ഈ എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് യു ഐ സ്ക്വയർ എന്ന് വരും. ആ എക്സ്പെക്ടേഷൻ അകത്തോട്ട് കൊടുക്കുമ്പോൾ പ്ലസ് ടു ഇൻറ്റു സിഗ്മ കെ ഐ കെ ജെ എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് യു ഐ യു ജെ. ഇനി ഈ എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് യു ഐ സ്ക്വയർ എന്ന് വെച്ചാൽ സിഗ്മ സ്ക്വയർ യു ആണ്. അത് നമ്മുടെ സി എൽ ആർ അസംഷൻ വെച്ച് സിഗ്മ സ്ക്വയർ യു ആണ്. അതുപോലെ തന്നെ എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് യു ഐ യു ജെ സീറോ ആണ്. എറർ ടേമുകൾ തമ്മിലുള്ളത് സീറോ ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്തത് സി എൽ ആർ അസംഷൻ. അങ്ങനെ ഈ ടേം സീറോ ആയി പോകും. ഈ വാല്യൂ നമുക്ക് സിഗ്മ സ്ക്വയർ യു എന്ന് കിട്ടും. എന്ന് വെച്ചാൽ വേരിയൻസ് ഓഫ് ബീറ്റ ടു ഹാറ്റ് എന്ന് വെച്ചാൽ സിഗ്മ കെ എ സ്ക്വയർ ഇൻറ്റു സിഗ്മ യു സ്ക്വയർ, അല്ലെങ്കിൽ സമ്മേഷൻ കെ എ സ്ക്വയർ ഇൻറ്റു സിഗ്മ യു സ്ക്വയർ എന്ന് കിട്ടും. ഇനി നമ്മൾ കെയുടെ വാല്യൂ നമ്മൾ നേരത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത വാല്യൂ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. വേരിയൻസ് ഓഫ് ബീറ്റ ടു ഹാറ്റ് ഇസിക്കൽ ടു സിഗ്മ എക്സ് ഐ സ്ക്വയർ. നേരത്തെ നമ്മൾ കെ എന്ന് വെച്ചാൽ എന്താ എക്സ് ഐ ബൈ എക്സ് ഐ സ്ക്വയർ ആയിരുന്നു. ഇവിടെ കെ ഐ സ്ക്വയറിനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ആ എക്സ് ഐ അതിന് സ്ക്വയർ ബൈ സമ്മേഷൻ ഓഫ് എക്സ് ഐ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം, കാരണം കെ ഐയുടെ വാല്യൂ ആണ് എക്സ് ഐ ബൈ സിഗ്മ എക്സ് ഐ സ്ക്വയർ. കെ ഐ സ്ക്വയർ ആണ് ഇവിടെ വേണ്ടത്. അപ്പം ആ വാല്യൂവിനെ ഒന്നുകൂടെ സ്ക്വയർ ചെയ്യണം. അങ്ങനെയാണ് സിഗ്മ എക്സ് ഐ സ്ക്വയർ ബൈ സിഗ്മ എക്സ് ഐ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു സിഗ്മ സ്ക്വയർ യു എന്ന് കിട്ടുന്നത്. അതിൻ്റെ അകത്തുനിന്ന് ഒരെണ്ണം മണ്ടയ്ക്ക് ഒന്ന് ഒരു ഇത് ക്യാൻസൽ ആയി പോകും. അങ്ങനെ നമുക്ക് വേരിയൻസ് ഓഫ് ബീറ്റ ടു ഹാറ്റ് എന്ന് പറയുന്നത് 1 ബൈ സിഗ്മ എക്സ് ഐ സ്ക്വയർ ഇൻറ്റു സിഗ്മ സ്ക്വയർ യു എന്ന് കിട്ടും. അതൊന്ന് ഒരുമിച്ച് എഴുതിയാൽ വേരിയൻസ് ഓഫ് ബീറ്റ ടു ഹാറ്റ് ഇസിക്കൽ ടു സിഗ്മ സ്ക്വയർ യു ബൈ സിഗ്മ എക്സ് ഐ സ്ക്വയർ എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ബീറ്റ ടു ഹാറ്റിന്റെ വേരിയൻസ് കിട്ടി. നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ലീനിയർ ആയിട്ടുള്ള ഒരു എസ്റ്റിമേറ്ററിനെ എടുക്കും. എന്നിട്ട് അതിന്റെ വേരിയൻസ് നമ്മളിപ്പോൾ ഒബ്റ്റെയിൻ ചെയ്ത ബീറ്റ ടു ഹാറ്റിനേക്കാളും കൂടുതലാണെന്ന് പ്രൂവ് ചെയ്യും. അതാണ് നമ്മൾ ഇനി ചെയ്യാനായിട്ട് പോകുന്നത്. സോ കൺസിഡർ അനദർ ലീനിയർ എസ്റ്റിമേറ്റർ ഓഫ് ബീറ്റ ടു കോൾഡ് ബീറ്റ ടു സ്റ്റാർ. നമ്മൾ ബീറ്റ ടു സ്റ്റാർ എന്ന് വിളിക്കുന്നവരെ. ഇനി ലെറ്റ് ബീറ്റ ടു സ്റ്റാർ ഇസിക്കൽ ടു സിഗ്മ വൈ ഐ സിഗ്മ ഡബ്ല്യു ഐ വൈ ഐ. നമ്മൾ നേരത്തെ കെ ഐ വൈ എടുത്ത പോലെ ഇവിടെ നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു, സിഗ്മ ഡബ്ല്യു ഐ വൈ ഐ. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് ബീറ്റ ടു ഹാറ്റ് ഇസിക്കൽ ടു ബീറ്റ ടു. നമ്മളത് ലീനിയർ എസ്റ്റിമേറ്റർ എന്ന് തന്നെ എടുത്തുകൊണ്ട് ലീനിയാരിറ്റി നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്ത പോലെ തന്നെ പ്രൂവ് ചെയ്യാം. ഇവിടെ നമ്മൾ അൺബയാസ്നെസ്സും പ്രൂവ് ചെയ്യുന്നത് നേരത്തെ പ്രൂവ് ചെയ്ത പോലെ തന്നെ ആ സിമിലർ സ്റ്റെപ്പാണ്. സെയിം രീതിയിൽ 0 ഒബ്റ്റെയിൻ ചെയ്ത് 1 ഒബ്റ്റെയിൻ ചെയ്ത് ആ സെയിം രീതിയിൽ നമുക്ക് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് ബീറ്റ ടു ഹാറ്റിനെ ബീറ്റ ടു എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. ഇനി നമ്മൾ വേരിയൻസ് ഓഫ് ബീറ്റ ടു ഹാറ്റിനെയാണ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ബീറ്റ ടു ഹാറ്റ് അല്ല, ബീറ്റ ടു സ്റ്റാർ. ഇനി വേരിയൻസ് ഓഫ് ബീറ്റ ടു സ്റ്റാർ. ഇവിടെ നമ്മൾ വേരിയൻസിന് ഉപയോഗിച്ച ഇക്വേഷൻ വേരിയൻസ് ഓഫ് എ എക്സ് ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് എന്നാണ്. അവിടെ നമ്മൾ വേരിയൻസിന് ഉപയോഗിച്ച ഇക്വേഷൻ വേരിയൻസ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ. ഇവിടെ നമ്മൾ വേരിയൻസിന് വേറൊരു ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. വേരിയൻസിന് 2 ഇക്വേഷൻ ഉണ്ട്. വേരിയൻസ് ഓഫ് ബീറ്റ ടു സ്റ്റാർ ഈക്വൽ ടു വേരിയൻസ് ഓഫ് സിഗ്മ ഡബ്ല്യു ഐ വൈ ഐ എന്ന് പറയുന്നു, അതിലോട്ട് ഇട്ട് കൊടുക്കുന്നു. വേരിയൻസ് ഓഫ് ബീറ്റ ടു സ്റ്റാർ എന്ന് പറയുന്നു, അന്നേരം ഈ ഒരു ഫോർമുല വെച്ച് സിഗ്മ ഡബ്ല്യു ഐ സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എ എന്ന് കിട്ടുന്നു. ഇനി നമ്മൾ വേരിയൻസ് ഓഫ് വൈ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു വേരിയൻസ് ഓഫ് യു എന്ന് അസ്യൂം ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് വേരിയൻസ് ഓഫ് ബീറ്റ ടു സ്റ്റാർ ഈക്വൽ ടു ഡബ്ല്യു ഐ സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് യു എന്ന് വരുന്നു. ഇനി ഈ വേരിയൻസ് ഓഫ് യു എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ യു ആണ്. അങ്ങനെ ഈ ഇക്വേഷൻ നമ്മൾ സിഗ്മ ഡബ്ല്യു ഐ ഇൻറ്റു സിഗ്മ സ്ക്വയർ യു എന്ന് വരുന്നു.
ഇനി നമ്മൾ ഒരു ടെക്നിക്ക് ചെയ്യാണ്, മാത്തമാറ്റിക്സ് പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് സബ്ട്രാക്ട് ആൻഡ് ആഡ് എക്സ് ഐ ബൈ സിഗ്മ എക്സ് ഐ സ്ക്വയർ. അതായത് ഈ ഒരു ടേമിൽ എക്സ് ഐ ബൈ സിഗ്മ എക്സ് ഐ സ്ക്വയറിനെ സബ്ട്രാക്ട് ചെയ്യുകയും ആഡ് ചെയ്യുകയും ചെയ്യുന്നു. അതായത് ഇവിടെ നോക്കിയാൽ സിഗ്മ ഡബ്ല്യു ഐ മൈനസ് എക്സ് ഐ ബൈ സിഗ്മ എക്സ് ഐ സ്ക്വയർ പ്ലസ് എക്സ് ഐ ബൈ സിഗ്മ എക്സ് ഐ സ്ക്വയർ. അപ്പോൾ ഇവിടെ തത്വത്തിൽ വിലയ്ക്ക് വ്യത്യാസം വരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ നമുക്ക് സിഗ്മ ഡബ്ല്യു എന്ന് തന്നെ കിട്ടും. പക്ഷേ നമുക്ക് ബാക്കി പ്രൂവ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഒരു പൊടിക്രിയ ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് ഈ ഒരു ഇക്വേഷന് വ്യത്യാസമൊന്നുമില്ല, സെയിം ഇതാണ്, പല രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നതേ ഉള്ളൂ, ഇൻറ്റു സിഗ്മ യു സ്ക്വയർ. ഇനി ഇവിടെ എന്ത് ചെയ്യുന്നു, ഈ ആദ്യത്തെ ടേമിനെ എയും രണ്ടാമത്തെ ടേമിനെ ബിയും ആയിട്ട് കൺസിഡർ ചെയ്താൽ ഇത് എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഫോർമുലയിൽ നിൽക്കുക. എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ. അപ്പൊ എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ വെച്ച് നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുന്നു. എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ വെച്ച് ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab എന്ന് കിട്ടും. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab. അത് വെച്ച് ഈ ഫസ്റ്റ് ടേമിനെ എ സ്ക്വയർ വിളിച്ചാൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ബി 2ab. പിന്നെ പുറത്തുള്ള സിഗ്മ സ്ക്വയർ യു അതേപോലെ കിടക്കണം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സിഗ്മ സ്ക്വയർ യുവിനെ ആദ്യം എഴുതി, ജസ്റ്റ് ഇൻറ്റു ആയതുകൊണ്ട് എവിടെ വേണേലും എഴുതാമല്ലോ. അപ്പൊ സിഗ്മ സ്ക്വയർ യു ഇൻറ്റു സിഗ്മ ഡബ്ല്യു ഐ മൈനസ് എക്സ് ഐ ബൈ സിഗ്മ എക്സ് ഐ സ്ക്വയർ പ്ലസ് സിഗ്മ എക്സ് ഐ സ്ക്വയർ സിഗ്മ യു ബൈ സിഗ്മ എക്സ് ഐ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു സിഗ്മ ഡബ്ല്യു ഐ മൈനസ് എക്സ് ഐ ബൈ സിഗ്മ എക്സ് ഐ സ്ക്വയർ ഇൻറ്റു എക്സ് ഐ ബൈ സിഗ്മ എക്സ് ഐ സ്ക്വയർ. അതായത് ഇവിടെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന സമ്മേഷനെ അകത്തോട്ട് കൊടുത്തു. ആദ്യം ഈ സമ്മേഷൻ ഇവിടെ കൊടുത്തു, അതിനുശേഷം സമ്മേഷനെ അടുത്ത ഓരോരോ ടേംസിന് നമ്മൾ സമ്മേഷൻ ഓപ്പറേറ്ററിനെ അകത്തോട്ട് കൊടുത്തു. അങ്ങനെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഒബ്റ്റെയിൻ ചെയ്യാം. ഇനി ടു ഷോ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഈ പറയുന്ന ലാസ്റ്റ് ടേമിനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എടുക്കും. ലാസ്റ്റ് ടേം അതിനെ 0 ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട് പോവുകയാണ്. 2 ഇൻറ്റു സിഗ്മ ഡബ്ല്യു ഐ മൈനസ് എക്സ് ഐ ബൈ സിഗ്മ എക്സ് ഐ സ്ക്വയർ ഇൻറ്റു എക്സ് ഐ ബൈ സിഗ്മ എക്സ് ഐ സ്ക്വയർ ഇൻറ്റു സിഗ്മ സ്ക്വയർ യു. അപ്പോൾ അതിൻ്റെ അകത്ത് 2 ഇൻറ്റു സിഗ്മ ഡബ്ല്യു ഐ എക്സ് ഐ, ഇവിടെ ഈ എ മൈനസ് ബി ഇൻറ്റു സി ആണല്ലോ, അപ്പോൾ അത് എ സി മൈനസ് ബി സി എന്ന് എഴുതിക്കൂടെ. ആ സിമിലർ രീതിയിൽ ഇതിനെ രണ്ട് ഇതിലോട്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇത് ഡബ്ല്യു ഐ എക്സ് ഐ ബൈ സിഗ്മ എക്സ് ഐ സ്ക്വയർ ഈ സമ്മേഷൻ ഓപ്പറേറ്ററിനെയും കൂടെ അകത്തോട്ട് കൊടുക്കുന്നു. ഇനി ഇവിടെ സിഗ്മ എക്സ് ഐ സ്ക്വയർ ബൈ സിഗ്മ എക്സ് ഐ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഇൻ സിഗ്മ സ്ക്വയർ യു. ഇനി ഇത് ക്യാൻസൽ ചെയ്ത് എവിടെയും ക്യാൻസൽ ചെയ്ത് 1 ബൈ സിഗ്മ എക്സ് ഐ സ്ക്വയർ എന്ന് വരും. ഇവിടെയും സിമിലർലി നമുക്ക് ക്യാൻസൽ ചെയ്യാവുന്നത്, ഇവിടെ ഡബ്ല്യു ഐ എക്സ് ഐ എന്ന് പറഞ്ഞ 1 ആണ്, നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തു. അപ്പം 1 ബൈ സിഗ്മ എക്സ് ഐ സ്ക്വയർ എന്ന് തന്നെ വരും. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി, 2 ഇൻറ്റു 1 ബൈ സിഗ്മ എക്സ് ഐ സ്ക്വയർ മൈനസ് 1 ബൈ സിഗ്മ എക്സ് ഐ സ്ക്വയർ ഇൻറ്റു സിഗ്മ സ്ക്വയർ യു എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടി. ഇവിടെ ഒരേ ക്വാണ്ടിറ്റി ആണ് മൈനസ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്, സോ ഇത് 0 കിട്ടും. അപ്പോൾ 2 ഇൻറ്റു 0 വരുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി 0 ആയി. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഇക്വേഷൻ്റെ അകത്ത് ഈ ഒരു ടേം മൊത്തത്തിൽ 0 ആയി പോയി. അപ്പോൾ നമ്മൾ ആ വേരിയൻസ് ഇക്വേഷൻ ഒന്ന് എടുത്ത് എഴുതിയാൽ വേരിയൻസ് ഓഫ് ബീറ്റ ടു ഹാറ്റ് എന്ന് പറഞ്ഞ് സിഗ്മ സ്ക്വയർ യു ഇൻറ്റു സിഗ്മ ഡബ്ല്യു ഐ മൈനസ് എക്സ് ഐ ബൈ സിഗ്മ എക്സ് ഐ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ പ്ലസ് സിഗ്മ സ്ക്വയർ യു ഇൻറ്റു സിഗ്മ എക്സ് ഐ സ്ക്വയർ ബൈ സിഗ്മ എക്സ് ഐ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. അതായത് വേരിയൻസ് ഓഫ് ബീറ്റ ടു ഹാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ യു ബൈ സിഗ്മ എക്സ് ഐ സ്ക്വയർ പ്ലസ് സിഗ്മ സ്ക്വയർ യു ഇൻറ്റു സിഗ്മ ഡബ്ല്യു ഐ മൈനസ് എക്സ് ഐ ബൈ എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. എന്ന് വെച്ചാൽ ഈ ഒരു ടേം എന്ന് വെച്ചാൽ നമ്മുടെ വേരിയൻസ് ഓഫ് ബീറ്റ ടു ഹാറ്റ് ആണ്. നമ്മൾ നേരത്തെ വേരിയൻസ് ഓഫ് ബീറ്റ ടു ഹാറ്റ് എന്ന് പ്രൂവ് ചെയ്തതാണ്. അതേ പ്ലസ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി നമുക്ക് കിട്ടി. അതായത് വേരിയൻസ് ഓഫ് ബീറ്റ ടു ഹാറ്റ് ഈസ് ഈക്വൽ ടു വേരിയൻസ് ഓഫ് ബീറ്റ ടു ഹാറ്റ്, വേരിയൻസ് ഓഫ് ബീറ്റ ടു സ്റ്റാർ ഈസ് ഈക്വൽ ടു വേരിയൻസ് ഓഫ് ബീറ്റ ടു ഹാറ്റ് പ്ലസ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി. അതായത് വേരിയൻസ് ഓഫ് ബീറ്റ ടു ഹാറ്റ് എന്ന് പറയുന്നത് ബീറ്റ ടു സ്റ്റാറിനേക്കാളും കുറവായിട്ട് കിട്ടി. ഈ ഒരു ഇക്വേഷൻ്റെ അകത്ത് നമുക്ക് ഇതിനെ എങ്ങനെ കിട്ടിയ വേരിയൻസ് ഓഫ് ബീറ്റ ടു സ്റ്റാർ എന്ന് വെച്ചാൽ വേരിയൻസ് ഓഫ് ബീറ്റ ടു ഹാറ്റ് പ്ലസ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി. ഇത് പോസിറ്റീവ് ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ ഇതെല്ലാം സ്ക്വയറിലാണ് നടക്കുന്നത്. സ്ക്വയറിലായതുകൊണ്ട് ഇപ്പോൾ നെഗറ്റീവ് വാല്യൂ ആണെങ്കിലും അത് പോസിറ്റീവ് ആയി പോകും. ഇവിടെ ഒരു നെഗറ്റീവ് വാല്യൂ കിട്ടുന്നെങ്കിലും അതിനെ സ്ക്വയർ ചെയ്താൽ അത് പോസിറ്റീവ് വാല്യൂ കിട്ടത്തുള്ളൂ. സോ അങ്ങനെ നമുക്ക് അത് എന്താ മിനിമം വേരിയൻസ് എന്ന് കിട്ടി. സോ നമുക്ക് ബീറ്റ ടു ഹാറ്റ് ലീനിയർ ആണെന്ന് കിട്ടി, ബീറ്റ ടു ഹാറ്റ് അൺബയാസ്ഡ് ആണെന്ന് കിട്ടി, ഇപ്പം ബീറ്റ ടു ഹാറ്റ് മിനിമം വേരിയൻസ് ബെസ്റ്റ് ആണെന്നും കിട്ടി. ഇതെല്ലാം കൂടെ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ നമുക്ക് ബീറ്റ ടു ഹാറ്റ് ബ്ലൂ എന്ന് പറയാം. ഹെൻസ് കിസ്-മാർക്കോവ് തിയറം ഈസ് പ്രൂവ്ഡ്. അപ്പം ഡെറിവേഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.